എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. എല്ലാത്തിനും തന്നെ കട്ടയ്ക്ക് കൂടെയുണ്ട്. അവളോട് പറഞ്ഞാൽ ഒരു കാര്യം, ഞാൻ നിൻ്റെ സ്വർണവും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. കാരണം സാലറി അടുത്ത മാസം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടി വരും. അങ്ങനെ 2-3 മാസം, ഏകദേശം 2024 മെയ് വരെ അതേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 3 കോടിക്ക് മുകളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പല രീതിയിലായിട്ട് നഷ്ടം സംഭവിച്ചു. അതൊരു വലിയ ഹ്യൂജാണ്. കാരണം വെച്ചാൽ അന്നത്തെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബിസിനസ്സൊക്കെ കുറഞ്ഞു വരും. ഈ ഓൺസൈറ്റിൽ കൂടെ ചിലവുകൾ മാത്രമേ ഉള്ളൂ, ഡെവലപ്മെൻറ്റ് മാത്രം, പുതിയ സോഫ്റ്റ്വെയറിൽ നിന്ന് വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ഒരു ഇത് വന്നു, കൺഫ്യൂഷൻ. ഞാൻ മനഃപൂർവ്വം നിർത്തുന്നതല്ല, പക്ഷേ നിന്ന് പോകേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയും ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് അതായതുകൊണ്ടാകാം, ഈ കഴിഞ്ഞ മെയ് മുതൽ പെട്ടെന്നൊരു ചേഞ്ചസ് വന്നു. പിന്നെ നമ്മളും കുറച്ചുകൂടെ, ഏറ്റവും കൂടുതൽ അതിനകത്ത് നന്ദി പറയേണ്ട സാറിനെ പോലെ തന്നെ കുറേ മെൻറ്റേഴ്സ് എനിക്കുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ഓർക്കുകയാണ്. സാറിൻ്റെ സിസ്റ്റം പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മളുടെ കോർ വാല്യൂ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത വർഷമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണ്. അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത്, സാർ ഈ വർഷം നമ്മൾ പോയപ്പോൾ സാറ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ട്രൈബ്. സാറ് ട്രൈബ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞോ അറിയാതെ ഇതിലൊരു സാറ് പറഞ്ഞതൊരു 40 അല്ലെങ്കിൽ 50% നമ്മൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടായിരുന്നു. പോയിൻറ്റിങ് സിസ്റ്റം ഇല്ല, ഇതൊരു തമ്മിൽ എപ്പോഴാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ട്രൈബ് എന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്ന എല്ലാതാണ്. അപ്പം ബാക്കിയും കൂടെ ഞാൻ ചെയ്തിട്ട് അതും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ സമയത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മുടെ കൂടെ സാറിനെ പോലെയുള്ള ആൾക്കാരുള്ളതാണ് എൻ്റെ ബലം.